പ്രശാന്ത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വെച്ച് ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉന്നയിച്ച കുറച്ച് പരാതികളിൽ മാത്രം നിൽക്കുന്നതാണോ, അതോ അതിലപ്പുറത്തേക്ക് ബീഹാറിലെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് റിവ്യൂ പരിപാടി അത് തന്നെ സംശയത്തിൻ്റെ നിഴലിലായിട്ടുണ്ട് എന്ന് കരുതണ്ടേ? ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടേ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതി പരിഹരിക്കുന്ന ആ പ്രക്രിയയിൽ, അതിലാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ പോലും പിഴവ് പറ്റി എന്ന് സുപ്രീം കോടതിക്ക് നിരീക്ഷിക്കേണ്ടി വന്നു. ജനങ്ങളെ ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ സഹായിക്കണം എന്നതിന് പുറമെ ലീഗൽ വോളണ്ടിയർമാരുടെ സേവനം കൂടി ലഭ്യമാക്കണം എന്ന അധികാരികളോട് കോടതിക്ക് നിർദ്ദേശിക്കേണ്ടി വന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമ്മതിദായകരെ എടുക്കുന്ന പ്രക്രിയയിൽ ഇടപെട്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല എന്നത് കാര്യത്തിൻ്റെ ഗൗരവം കൂട്ടുന്നില്ലേ? ഇത് രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം പറഞ്ഞ് അവഗണിക്കേണ്ട ചില പ്രശ്നങ്ങൾ പോലെയായി കാണേണ്ടതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നിട്ടില്ലേ? എന്താണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ നിരീക്ഷണങ്ങൾ, പ്രശാന്ത്? തീർച്ചയായും ഇതിപ്പോൾ കേവലം രാഹുൽ ഗാന്ധി മാത്രമായി ഉയർത്തുന്ന ഒരു വിഷയമായി നമുക്ക് കാണാനാവില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത് കർണാടകയിലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലുണ്ടായ ഒരു തിരിമറിയാണ്. അത് കുറേയൊക്കെ തെളിവുകളടക്കമാണ് അദ്ദേഹം അത് പുറത്തു വിട്ടിട്ടുള്ളത്. അത് ഏറെ ഗൗരവമുള്ള ഒരു ആരോപണവും ആക്ഷേപണവുമാണ്. ഇത് ഗൗരവത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് ആ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബീഹാറിലെ വോട്ടർ പുനഃപരിശോധന അത് മറ്റൊരു വിഷയമാണ്. അത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ബീഹാറിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആ വിഷയത്തിൽ ശക്തമായി തുടക്കം മുതൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല, ഈ വോട്ടർ പട്ടിക വിശദമായി പഠന വിധേയമാക്കുന്ന നിരവധിയായ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ പല കണ്ടെത്തലുകളും ഈ സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നു കഴിഞ്ഞു. ഈ കരട് വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഏതാണ്ട് 39 മണ്ഡലങ്ങളിലെ പട്ടിക മാത്രം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ഇരട്ട വോട്ടർമാരെ അവിടെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഒരു വിഭാഗം അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പുറമെ നിരവധിയായ പിഴവുകൾ, പാകപ്പിഴകൾ, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ പറയുന്ന പല മാധ്യമപ്രവർത്തകരും പുറത്തുകൊണ്ടിട്ടുണ്ട്, പല മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുകൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ ഇവർ വെബ്സൈറ്റിലും മറ്റുമായി പുറത്തുവിട്ട ഈ കരട് വോട്ടർ പട്ടിക എന്നത് അത് മെഷീൻ റീഡ്ലി ആയിരുന്നു. നമുക്കത് ആ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് നമുക്ക് പരിശോധിക്കാൻ പാകപ്പെടുന്ന വിധത്തിലായിരുന്നു. എന്നാൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായതോടെ അവർ ആ രീതിയിൽ നിന്ന് അതിനെ മാറ്റി മെഷീൻ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലവിൽ അതിലൊരു സൂക്ഷ്മ പരിശോധന നടത്തണമെങ്കിൽ ഏറെ പാടുപെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നത് തന്നെ ഇപ്പോൾ BJP വക്താവ് ഇവിടെ പറയുന്നത് ഇതൊക്കെ വെറും പൊള്ളയായ ആരോപണങ്ങളാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ അടിത്തറ തന്നെ. എന്നാൽ അതിനെ പൊളിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. NBC ഇവിടെ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇന്ന് നടത്തിയ ഇടപെടൽ മാത്രമല്ല, എന്താണ് ഈ പുനഃപരിശോധനയിൽ ഏറ്റവും പ്രധാന വിഷയമായി വരുന്നത്? ഒന്ന്, ഇതിനെ പൗരത്വമായി ബന്ധിപ്പിച്ചു. മറ്റൊന്ന്, ഈ പറയുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ 11 രേഖകളാണ് വോട്ടർമാരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ആ 11 രേഖകളിൽ വോട്ടർ ID കാർഡില്ല, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല. ബീഹാറിലെ ബഹുഭൂരിപക്ഷം പാവങ്ങളുടെ കയ്യിലും ഏറ്റവും ആധാരമായുള്ള രേഖകൾ എന്ന് പറയുന്നത് ഈ 3 രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ്. എന്നാൽ ഇത് 3ഉം ഒഴിവാക്കിക്കൊണ്ട് ബീഹാറിലെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ മറ്റു പല രേഖകളുമാണ് ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഇടപെട്ടത്. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ പക്കലില്ലാത്ത രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുനഃപരിശോധന വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പുറത്തു പോകും എന്ന തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത്. ആ ആക്ഷേപത്തിന് ഗൗരവമില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കോടതി അതെടുത്ത് ചവിട്ടുകൊട്ടയിൽ തള്ളുമായിരുന്നല്ലോ. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ഈ വിഷയത്തിലേക്ക് വളരെ ഗൗരവത്തിൽ സുപ്രീം കോടതി കടന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, സുപ്രീം കോടതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രാജ്യത്ത് ഇലക്ഷൻ നടത്താനും അത് ഏതുവിധം നടത്തണം എന്നും മറ്റു തീരുമാനിക്കാനും വോട്ടർ പട്ടിക എങ്ങനെ മാറ്റണം, പരിഷ്കരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുമുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്. അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് ഒരു പരിമിതിയുണ്ട്. എന്നിട്ട് പോലും സുപ്രീം കോടതി അവിടെ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വിഷയത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. ആദ്യം ഇടപെടൽ എന്താ സുപ്രീം കോടതി നടത്തിയത്? ഈ പറയുന്ന 11 രേഖ പോരാ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആധാർ കാർഡ് അല്ലെ വോട്ടർ ID കാർഡ് ഉള്ള ആ രേഖ കൂടി എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന ഗൗരവമുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. തുടക്കത്തിൽ ഇതിനെ അവഗണിച്ച് നീങ്ങാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചതെങ്കിലും വീണ്ടും വിഷയത്തിൽ ഇടപെട്ട കോടതി നിർബന്ധമായും
ഈ പറയുന്ന പട്ടികയിൽ നിന്ന് പുറത്തായ ആരെങ്കിലും ആധാർ കാർഡുമായി വന്ന് എന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് സ്വീകരിച്ചുകൊണ്ട് ആ പട്ടികയിൽ അയാളെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം വളരെ കർക്കശമായി തന്നെ സുപ്രീം കോടതി കൊടുത്തു. ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയതാണ്. അപ്പോൾ അവിടെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയൊരു തിരിച്ചടി കിട്ടി. അതിനുശേഷമാണ് ഇന്ന് നടത്തിയിരിക്കുന്ന നിരീക്ഷണവും നിർദ്ദേശവും. എന്താണ്? ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ, ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉൾച്ചേർക്കണമെങ്കിൽ അതിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഇന്നായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടമായി കോടതിയെ സമീപിച്ച് പറഞ്ഞു പാടില്ല, ഇത് നീട്ടണം. പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ചെയ്തത് എന്താ? ഇപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന ഇലക്ഷനിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ ഈ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനും പേര് ഒഴിവാക്കാനും അപേക്ഷ നൽകാനുള്ള അവകാശം ബീഹാറിലെ ജനങ്ങൾക്ക് ഇന്നിപ്പോൾ കോടതി കൊടുത്തിരിക്കുകയാണ്. അത് പാലിക്കാമെന്ന് ഗത്യന്തരമില്ലാതെ ഈ കോടതി മുമ്പാകെ കമ്മീഷന് പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ BJP പ്രതിനിധി പറയും പോലെ അല്ല കാര്യങ്ങൾ. ഈ വിഷയം ഏറെ ഗൗരവമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറയുന്ന സുതാര്യതയും നിഷ്പക്ഷതയും വലിയ തോതിൽ സംശയത്തിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ വിധം ഗൗരവമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊന്ന്, BJP പ്രതിനിധി ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ നീക്കത്തെ മുക്കുട്ട് മുന്നണി എന്നൊക്കെ പറഞ്ഞാണ് ആക്ഷേപിച്ച് കണ്ടത്. അദ്ദേഹം എന്തോ ഈ സഖ്യ സംവിധാനത്തെ, മുന്നണി സംവിധാനത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയൊക്കെ പരിഹസിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വാദം കേട്ടാൽ കേന്ദ്രത്തിൽ BJP എന്തോ തനിച്ച് ഭരിക്കുന്നു എന്ന അവസ്ഥയാണ്. അങ്ങനെയല്ല കേട്ടോ. BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ ഒരു മുന്നണി സംവിധാനത്തെ ആശ്രയിച്ച് തന്നെയാണ് BJP ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തെ ഒന്നും അപഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം BJP അതിനെ ആശ്രയിച്ചാണ്. ഇവിടെ പറയുന്ന JDU-വിൻ്റെയും TDP-യുടെയും ഒക്കെ പിന്തുണയില്ലെങ്കിൽ BJP-യുടെ സർക്കാർ നിലനിൽക്കാൻ പോലും ആവാത്ത സ്ഥിതിയാണുള്ളത്. അത് BJP-യുടെ പ്രവർത്തകരും പ്രതിനിധികളും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, ഈ പറയുന്ന പ്രക്ഷോഭം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി എന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ബീഹാറിൽ ഈ പറയുന്ന പല കാരണങ്ങളാലും ആ ഒരു കൂട്ടായ്മ വിപുലപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ കൂട്ടായ്മ വലിയ തോതിൽ ദുർബലപ്പെട്ടു എന്ന ഒരു വിമർശനം പല കോണിലും ഉയർന്നതാണ്. അത് കോൺഗ്രസ് വേണ്ട വിധം അതിന് മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനമൊക്കെ ഉയർന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നെ മോഡി സർക്കാരിൻ്റെ ഈ നിലപാടുകളും ഒക്കെ ചേർന്നുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ വീണ്ടും ഒരു പ്രതിപക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയാണ്. ഡൽഹിയിൽ നമ്മൾ കണ്ടു, ഈ പറഞ്ഞ വോട്ടർ പട്ടികയുടെ വിവാദത്തിലാണെങ്കിലും ഈ പറയുന്ന മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യ കൂട്ടായ്മയിൽ ഇല്ല എന്ന് പറഞ്ഞു പോയ ആം ആദ്മി പാർട്ടി പോലും ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയായി സഹകരിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. ആ നിലയിൽ വീണ്ടും രാജ്യവ്യാപകമായി വിപുലമായ ഒരു പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെടുന്ന സാഹചര്യമാണ്. അത് ബീഹാറിൽ കൂടുതൽ ശക്തിപ്പെട്ടു. അത് നിയമസഭയിൽ നിയമസഭാ ഫലത്തിൽ പ്രതിഫലിക്കാനുള്ള എല്ലാ സാധ്യതയും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്.